ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെൺകുട്ടികളോട് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അമ്മമാരോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാത്തൊരാരും ഈ വീഡിയോ കാണണ്ട. ഓക്കെ, നമ്പർ 1, അമ്മമാർ പെൺകൊച്ചുങ്ങളോട് മസ്റ്റായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വളർന്ന് വലുതാകും, അടുക്കള ജോലി എല്ലാം ചെയ്യണം, വീട്ടിൽ കാര്യങ്ങളെല്ലാം പഠിക്കണം, പാത്രങ്ങളൊക്കെ കഴുകണം, എല്ലാ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം, അച്ചടക്കം വേണം, കാലിട്ട് നാട്ടരുത്, കാലടുപ്പിച്ചിരിക്കണം, ഒച്ചയ്ക്ക് സംസാരിക്കരുത്, ചാടരുത്, മതിൽ ചാടരുത്, ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പെൺപിള്ളേരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്കൊരു ജോലി വേണം, 10 കാശ് ഉണ്ടാക്കാൻ പറ്റണം, നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവാൻ പറ്റണം എന്നുള്ള കാര്യം പെൺകൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. മസ്റ്റായിട്ടും ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പെൺപിള്ളേർ കുറച്ച് ഒച്ചയ്ക്ക് സംസാരിച്ചെന്നോ അല്ലെ 4 പേരെ കാണുമ്പോൾ ഹായ് പറഞ്ഞെന്നോ ഇതൊന്നും അല്ല അവരുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. പെൺപിള്ളേരുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും അവർക്ക് സെൽഫായിട്ട്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 10 കാശ് സമ്പാദിക്കാൻ പറ്റണം, അവർക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടാവണം, അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ടാവണം, അവർക്ക് ഒരു 4 പേര് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവണം. ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ അമ്മമാരെ പെൺകുട്ടികളോട്, അല്ലെ അച്ഛന്മാരെ വേണ്ട, അമ്മമാരെ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. ആൻഡ് ഇത് കേട്ടാൽ മനസ്സിലാകുന്ന പെൺകുട്ടികൾ, ടീനേജേഴ്സ്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഇച്ചിരി വലിയ പെൺപിള്ളേർ, ഇനി നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കണം, നിങ്ങളുടെ വൃത്തികെട്ട തലമുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഒന്ന് പാർലറിൽ പോകണം, നല്ലൊരു ഡ്രസ്സ് എടുക്കണം, ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് എടുക്കണം, ഒരു ഷോർട്ട് എടുക്കണം, അച്ഛനോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, ചേട്ടനോട് ചോദിക്കണം, അല്ലെങ്കിൽ ചേച്ചിയോട് ചോദിക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിക്കണം. കല്യാണം കഴിഞ്ഞാലോ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ കല്യാണം കഴിഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് നല്ല എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നൊരു ഭർത്താവിനെ കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്നെ പോലെ എല്ലാം മേടിച്ചു തരും, പറയുമ്പോൾ സാധനങ്ങൾ മേടിച്ചു തരുന്ന ഒരാളാണെങ്കിൽ ഓക്കെ. പക്ഷേ പറയുമ്പോൾ മേടിച്ചു തരുന്ന ഒരാളെ എനിക്ക് കിട്ടും, അതുകൊണ്ട് ഞാൻ ഉഴപ്പും, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കും എന്നും പറഞ്ഞ് വളരരുത്. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെയാണ് കല്യാണം. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് പഠിച്ച് ഇഷ്ടമുള്ള ജോലി, എനിക്കൊരു ആങ്കർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രൊഫഷനിൽ എത്തണം, എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്കൊരു X&Y ആവണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പഠിക്കുക. അച്ഛനും അമ്മയും പറയും അത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പോയി പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് കൂടെ സ്വയം തോന്നണം, ഓക്കെ ഇത് പഠിച്ചാൽ ഗുണം ഉണ്ടായിരിക്കും എന്ന് തോന്നുന്ന കോഴ്സ് പഠിക്കുക. അമ്മമാരെ പിള്ളേർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ടും പറഞ്ഞു കൊടുക്കുക. ഒരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം, കല്യാണം കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ കാര്യങ്ങൾ മസ്റ്റായിട്ടും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ.